തോമസ് ചേട്ടാ അച്ഛനാകുമ്പോൾ എന്ന് പറഞ്ഞല്ല, ആ അതൊക്കെ ഇതിൻ്റെ ഇടയിലാണോ? അത് ഇതിൻ്റെ ഉള്ളിലല്ല, അതിനു മുമ്പ് മാളവള്ളിപ്പുറത്തെ 6 വർഷം സ്കൂളിൽ പഠിച്ച് 5ാം ക്ലാസ്സിൽ തന്നെ പ്രീ ഭാഷ തോപ്പിച്ചു. കാരണം എൻ്റെ കുറുമ്പുണ്ട്, ഞാൻ പറഞ്ഞില്ല ഞാനൊരു കുറുമ്പനായിരുന്നു. ആ കുറുമ്പുകൊണ്ട് മാത്രമല്ല പഠിക്കാനായിട്ടൊന്നുമല്ല, ഒരു കൊല്ലം കൊണ്ട് ഇവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ എൻ്റെ കുറുമ്പ് ആൾക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആളൊക്കെ മരിച്ചുപോയി, അതായിരിക്കും ചിലപ്പോൾ എൻ്റെ കുറുമ്പ് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ആളെന്നെ തോപ്പിച്ചത്. പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ, ഇഷ്ടം കൊണ്ടായിരിക്കാം ചിലപ്പോൾ തോൽപ്പിച്ചത്. അങ്ങനെ 6 വർഷം ഞാൻ പഠിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് അന്ന് കന്യാസ്ത്രീകൾ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് പിള്ളേരെ, അതിൽ എൽസി, ഞാൻ, പിന്നെ മേരി, പിന്നെ ആൻ്റണി, പിന്നെ അവിടെ നിന്ന് ഒരു ആൻ്റണി, ഇത്ര ആളിലാണ് അന്ന് ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഈ സ്കൂളിലേക്ക് പോകുന്നത്. അത് നടന്നു പോകണം. അന്ന് ഇന്നത്തെ കാലത്തെ മാതിരി ഇതൊന്നുമില്ല, നടന്നു പോകണം. അന്ന് മറ്റേ വർഷക്കാലത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൂപ്പത്തി കൂടി പോകണം. ഈ സെൻറ് തോമസ് UP സ്കൂൾ പുളിപ്പറമ്പ്, അന്ന് 7 വരെയുണ്ട്. അന്ന് മഴക്കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കയറും. അപ്പം ഞാൻ അതിലേ നടന്നു പോകണം. അപ്പോൾ ഇവിടുന്ന് ഒരു 7:30 ആകുമ്പോൾ പോകണം, നടന്നു പോകണം അന്ന് അങ്ങനെ. പക്ഷെ അവിടെ നിന്ന് നല്ല വിദ്യാഭ്യാസം എനിക്ക് കിട്ടി. കാരണം ഇവിടെ നിന്ന് ഇത്തിരി ഉഴപ്പിയെങ്കിലും അവിടെ ഞാൻ കുറുമ്പൊന്നുമില്ലാത്തൊരു നല്ല പയ്യനായിരുന്നു. ഡീസൻ്റായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റർമാർ നടത്തുന്ന സ്കൂളായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഒരു KR മേരി, ഒരു KR നാരായണൻകുട്ടി എന്നുള്ള കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് സ്കോളർഷിപ്പൊക്കെ എഴുതാൻ അവസരം തന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ ഒരു കുട്ടീനെ ഇതേമാരെ 2 കുട്ടികളുണ്ടായിരുന്നു. അത് പേര് ഞാൻ പറയാം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണോണ്ട് കുഴപ്പമില്ല. അത് പ്രേമല്ല, ഒരു ആരാധന. അല്ല പ്രസന്നയൊക്കെ എവിടെയായിരുന്നു? അതാണ് പ്രസന്ന അവിടെ ഉണ്ടായിരുന്നു. പ്രസന്നനെ വെച്ച് കാണുന്നത് അവിടെയാണ്. അതിലും ഭംഗിയുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, പ്രിയദത്ത. ഏത് പ്രിയദത്ത? നായർ കുട്ടിയാണ്. ഞാൻ വിചാരിച്ചത് പ്രസന്നകുമാരി എന്നാണ് ഈ കുട്ടിയുടെ പേര്. മറ്റേ ഞാൻ എൻ്റെ മനസ്സിൽ ആരാധന തോന്നിയൊരു കുട്ടി ഈ നമ്പൂരി എന്ന് വിചാരിച്ചേ. അപ്പം എനിക്ക് ആരാധിക്കാനേ പറ്റൂ. കാരണം ഞാൻ ക്രിസ്ത്യാനിയായ ഞാൻ എന്തായാലും നമ്പൂരി അവരുടെ തല്ലുകൊള്ളാനായിട്ട് കിട്ടാത്ത ഒരു സംഭവത്തിനാണ് നമുക്ക് ആരാധന വന്നത്. ആ ആരാധന അങ്ങനെ എന്നും സ്കൂളിൻ്റെ നേരത്തെ എന്നിട്ട് ഞാൻ ഗേറ്റിങ് കാത്തിക്കും ഒരു മന്നത് നോക്കിയിട്ട്. അപ്പോൾ ഒരു അനീതിയും കൂടി ഒന്ന് വരാം. എന്നെ ഒരു മൈൻഡും ചെയ്യാറില്ല, കാരണം അതിന് അങ്ങനെ തോന്നിയിട്ടില്ല, ഒന്നും ഇല്ലല്ലേ. പക്ഷെ എൻ്റെ മനസ്സിൽ മാത്രം ഒരു ആരാധന. അപ്പോൾ ഇത് ഒരു നടന്നു പോണതൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ കാണും. അങ്ങനെ 2 വർഷം ഞാൻ അവിടെ പഠിച്ചു. അവിടെ ഒരു നാടകത്തിൽ അഭിനയിച്ചു, അവിടെ സ്കൂൾ നാടകത്തിൽ. ഇതൊക്കെ കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസം അവിടെ നിന്ന് കിട്ടി എനിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ നല്ല മാർക്കായിരുന്നു എനിക്ക്. ഹിന്ദിക്കും മാത്രം മാർക്ക് കുറഞ്ഞു പോയി. ഹിന്ദി എനിക്ക് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാർക്കയ്ക്ക് കമ്പ്യൂട്ടറിലുള്ള എഴുത്തും കാര്യങ്ങളും ഇത് എനിക്ക് എൻ്റെ മനസ്സിൽ ഇത് കയറുന്നില്ല. അതിൽ മാത്രം എനിക്ക് 65 മാർക്കേ കിട്ടിയുള്ളൂ 100-ൽ. ബാക്കി എല്ലാത്തിനും കണക്കിന് 94. അതേമാതിരി കീഴ്പോട്ട് വലിയ കുറവൊന്നുമില്ല, എല്ലാ വിഷയത്തിനും നല്ല മാർക്കാണ്. അപ്പോൾ സിസ്റ്റർമാർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു ടീച്ചർ എന്നോട് പറഞ്ഞ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് 2 വർഷം നന്നായിട്ട് പഠിച്ച് ഇംഗ്ലീഷൊക്കെ നല്ല കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നെന്ന് ടീച്ചർ പറഞ്ഞ്, തോമസേ മോൻ്റെ ആഗ്രഹം എന്തിട്ടാ, ഇങ്ങനെ പഠിച്ച് ഇത് കഴിഞ്ഞാൽ എന്താവാൻ ആഗ്രഹം? ഞാൻ പറഞ്ഞ് ഇങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടിയ ഒരു കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കണം. അതിൽ അല്ല മോൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഞാൻ അവിടെ മറ്റേ കുറുമ്പൊക്കെ പോയില്ല, നല്ല പിള്ളയായിരുന്നു. എന്നോട് പറഞ്ഞ് മോൻ അച്ഛനാവാൻ പോയിക്കൂടെ? അപ്പോൾ അച്ഛനാവേ? അച്ഛനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്, നല്ല ആരാധനയുള്ള തോമസ് അങ്ങനെ ഞാൻ പറഞ്ഞ് അല്ല അച്ഛനായി കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും. അന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ പട്ടിണിയുടെ കാലം പറഞ്ഞല്ലോ, നല്ല ഭക്ഷണം കിട്ടും അച്ഛൻ ആയി കഴിഞ്ഞാൽ. ചെന്നാലും ഭക്ഷണം അച്ഛനാവുന്നവരെയും നല്ല ഭക്ഷണമായിരിക്കും, നല്ല സ്ട്രിക്റ്റും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത്. ഇപ്പം മനസ്സിൽ ഒരു ലഡു പൊട്ടി എൻ്റെ നല്ല ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോന്നി എന്നാ പിന്നെ അച്ഛനാവുമ്പോൾ ആരാധന അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ വീണ്ടും ടീച്ചർ എന്നെ കണ്ട് പറഞ്ഞ് എൽത്തുരുത്ത് സെമിനാരിൽ പോയാൽ മതി. അപ്പനോടും വിളിച്ചിട്ട് പറഞ്ഞു, വന്ന് അപ്പനെയും കണ്ടിട്ട് പറഞ്ഞു തോമാസിന് നല്ല കുട്ടിയാണ്, അച്ഛനായാൽ മതി. അപ്പോൾ അപ്പനും ആഗ്രഹം അത് തന്നെയാണ് ഞാൻ അച്ഛനാവണം എന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു എടാ നീ അച്ഛനായാൽ മതി, കാരണം വെച്ചാൽ നിനക്ക് നല്ല ദൈവവിളിയുണ്ട്, അതാണ് ഇത് തന്നെ. ശരി എന്നാൽ അച്ഛനാവുമ്പോൾ. അങ്ങനെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള ഷർട്ടൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു, ഒരു വെള്ളം മുണ്ടും ഉണ്ടാക്കി തന്നു. ശരി, അപ്പോഴും മനസ്സിൽ വിചാരിച്ച്
കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോരല്ല. കുറച്ച് ഭക്ഷണമൊക്കെ പക്ഷെ കഴിച്ചൊന്നും നോക്കിയിട്ട് പോരല്ല എന്നൊരു മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം ഞാനും കൂടെ തൃശ്ശൂർ പോയി, എൽത്തുരുത്തേക്ക് പോയി. അവിടെ ചെന്ന് സെമിനാരിയിൽ കയറി കഴിഞ്ഞ് ബെല്ലടിച്ച് ഒരു അച്ഛൻ വന്ന് ചോദിച്ചു എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ മാളവള്ളിപ്പുറത്ത്. അപ്പം പറഞ്ഞ് മാളവള്ളിപ്പുറത്ത് തന്നെയാണ് ഒരു മറ്റേ മടത്തിന്നൊരു ടീച്ചർ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ടീച്ചർമാരുണ്ടായില്ലോ അവിടെ എവിടെ മഠത്തില്? അന്ന് ടീച്ചർമാരുണ്ട്, മറ്റേ കന്യാസികളല്ലാതെ ഉള്ള ടീച്ചർമാരുണ്ട്. മേരി ടീച്ചർ, ഡെയ്സി ടീച്ചർ, പിന്നെ ലീല ടീച്ചർ, അങ്ങനെയൊക്കെ പെണ്ണും ഇതുകളുണ്ട്. അതിൽ മേരി ടീച്ചറും ഡെയ്സി ടീച്ചറും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു, നല്ല ഇതായിരുന്നു. നമ്മളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ അന്ന് ഞാൻ കുറുമ്പില്ലാത്തൊരു പയ്യനാണ്. അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എൻ്റെ കുറുമ്പൊക്കെ പോയി. അപ്പോൾ ചേമികളെ ചോദിച്ചാൽ അച്ഛനാവാനുള്ള നല്ല ഇതിന് വേണ്ടിയായിരിക്കും ഞാൻ കുറുമ്പൊക്കെ മാറ്റി വെച്ചതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് കഴിഞ്ഞ് അച്ഛൻ കയറിയിരിക്കാൻ പറഞ്ഞു. കയറിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ബാ ഇത് അവിടെ എന്താ അതിനെ പറയാ, പുതിയ അവിടുത്തെ മെയിൻ ആളെന്തെന്ന് പറയാവോ? അത് ശരി, അതേ ആള് വിളിക്കുന്നു. അവൻ ചെന്ന് അപ്പോൾ ടീച്ചർ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. തോമസിന് എല്ലാത്തിലും എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്, പക്ഷേ ഹിന്ദിക്ക് മാർക്ക് 65 ഉള്ളൂ. അത് ഒന്ന് തിരുത്തി പറയണം, ഒരു 75 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചർ പറഞ്ഞു നോണ പറയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെടും, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നോൺ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് എന്നാലും 65 മാർക്കുണ്ടല്ലോ, തോറ്റിട്ടൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചറെ അത് ദൈവദോഷം കിട്ടുന്ന കാര്യമല്ലേ? ഇല്ല തോമസേ അത് കുഴപ്പമൊന്നുമില്ല, ഒരൊറ്റ വാക്കാണ് പറഞ്ഞാൽ മതി, പിന്നെ അത് കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല. പുള്ളി തോമസിന് അച്ഛനാവേണ്ട സാഹചര്യം കിട്ടും. മനസ്സില്ല മനസ്സോടെ ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ റൂമിൽ ചെന്ന് ഇരിക്കി, ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞാൽ ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ ഓരോ ചോദിച്ചു എന്താ അച്ഛനാവാൻ ഇങ്ങനെ താല്പര്യം? ഞാൻ പറഞ്ഞു അല്ല ഞാൻ പള്ളിയുടെ ഉമ്മരത്തൊക്കെയാണ് താമസിക്കുന്നത്, അപ്പോൾ എന്നും കുർബാന കാണും അങ്ങനെ ഞങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി. നുണയണ പറയാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ തോന്നി. പിന്നെ ആകെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്ഷണം നല്ലത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ 1-2 തവണ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ അച്ഛനാവണമെന്ന് ഒരാഗ്രഹം വന്നു. അതെ നന്നായിട്ട് ആഗ്രഹമുണ്ടോ? ഉണ്ട്. മാർക്കുകളൊക്കെ ഒന്ന് പറഞ്ഞ് ഇന്ന് ഓരോന്നോരോന്നോ ചോദിച്ചു എപ്പോഴാണ് എന്നോട് ഹിന്ദിയുടെ മാർക്ക് ചോദിച്ചതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഹിന്ദിയുടെ മാർക്ക് ഹിന്ദിക്ക് എത്രയുണ്ട്? 75. ഞാൻ തലകറങ്ങി വീണു. അന്ന് എനിക്ക് അങ്ങനെ സൂക്കേടുണ്ട്. നമ്മളുടെ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് തലകറങ്ങി വീഴും. അങ്ങനെ പല സ്ഥലത്ത് എനിക്ക് മാള സ്കൂളിലും സംഭവിച്ചിട്ടുണ്ട്. മാള സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തൊരു കാര്യത്തിൽ നിന്നാണോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേമാതിരി വീണുണ്ട്. അപ്പോൾ വീണ് കഴിഞ്ഞിട്ട് ഇവർ വെള്ളം കൊണ്ടുവന്നൊക്കെ കട്ടിലുമ്പോൾ കൊണ്ട് കിടത്തി, എല്ലാവരും കൂടി പിടിച്ച് കട്ടിലുമ്പോൾ കൊണ്ട് കിടത്തി. കണ്ണു തുറന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ശാസ്ത്രക്രിയയ്ക്ക് ക്രിയ ചെയ്യാൻ വേണ്ടി കിടക്കുന്ന എന്നെ ഡോക്ടർമാരും നേഴ്സുമാരും കണ്ണും തുറച്ച് ഇങ്ങനെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ലൈറ്റ് മാത്രമില്ല, എല്ലാവരും കണ്ണ് ലൈറ്റ്. അപ്പം ഞാൻ എന്തേ ഞാൻ ചോദിക്കണം എന്തേ? അപ്പോൾ അവർ എന്തിയെന്നാ മോനത്തെ പറ്റിയേ? എനിക്കെന്ത് പറ്റി? അപ്പം ഞാൻ നോക്കിയപ്പോൾ കട്ടിലുമ കിടക്കണം. ഞാനെങ്ങനെ ഇവിടെ വന്നേ? ഈ കട്ടിലുമ എങ്ങനെ വന്നേ? അപ്പം അപ്പം പറഞ്ഞ് എടാ നീ പെട്ടെന്ന് തല കറങ്ങി വീണ അങ്ങനെയാണ്. അപ്പം എനിക്ക് ഓർമ്മ വന്നു നമ്മൾ പറഞ്ഞിട്ട് സംഭവിച്ച കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ അതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സംഭവം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. വെള്ളം കൊണ്ട് തന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇത് കഴിഞ്ഞ് എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് എനിക്കും അപ്പനും ഭക്ഷണം കൊണ്ട് തന്നു. അവർ മേശപ്പുറത്ത് വെച്ച് തന്ന്. അവിടെ നിന്ന് ഇറച്ചിക്കറിയായിരുന്നു, സൂപ്പർ കറിയായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ച് അച്ഛനായാൽ മതി, ഈ മാതിരത്തെ കറിയും കുട്ടികളുള്ള ഇവരൊക്കെ കഴിക്കണേ മനസ്സിൽ വിചാരിച്ച് മതി അച്ഛനായാൽ മതി എന്ന്. വേറെ എന്തൊക്കെ കറികൾ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇറച്ചിക്കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അന്ന് അങ്ങനത്തെ ഒരു ഇറച്ചിക്കറി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഈ പട്ടിണിയുടെ ഇടയിലാണ് അതും ഇഷ്ടംപോലെ ചോറ് വെച്ചെന്ന് എന്ന് വിചാരിച്ചിട്ട് വലിച്ചു വരും തിന്നൊന്നുമില്ല. ഇറച്ചിക്കറി കുറച്ചെടുത്ത് കഴിച്ച് പിന്നെ വേറെ എന്തൊക്കെ കറികളുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കൈ കഴിയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനെ അങ്ങോട്ട് വിളിച്ച് വന്നേ തോമസ് ഇങ്ങോട്ട് വന്നേ, പൊറണ്ടി ചേട്ടാ അങ്ങോട്ട് വന്നേ എന്ന് പറയും. അവിടെ വിളിച്ച് അവിടെ ചെന്ന് മോന് ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ്
ഇല്ല. പിന്നെ എന്തെങ്ങനെ സംഭവിച്ചത്? മാർക്ക് ചോദിച്ചതിൻ്റെ ഇടയ്ക്കാണല്ലോ ഇത് സംഭവിച്ചത്. വല്ല നുണ പറഞ്ഞ? എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ നുണ പറഞ്ഞത്? ഇല്ല. പിന്നെന്തെങ്ങനെ സംഭവിച്ചത്? ഞാൻ പറയാം എനിക്കറിയില്ല. ആ, ഒരു കാര്യം ചെയ്യും, മോൻ പോയിട്ട് ചേട്ടാ 10 വരെ ഇവനെ അവിടെ പഠിപ്പിക്കുക, അവിടെ എവിടെയെങ്കിലും സ്കൂളിൽ വിട്ടിട്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരെ, പിന്നെ ഉള്ള സൗകര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ ചെയ്തു തരാം. അപ്പോൾ എനിക്ക് ആകെ നിരാശയായി. ഇല്ല, ഇറച്ചിക്കറിയുടെ കാര്യം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞത് ദൈവം ഇത് വിട്ടു പോയില്ല. 10 വരെ എത്തുന്ന ആരോ നമുക്ക് പറയാൻ പറ്റുമോ അന്നത്തെ കാലത്ത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. അവിടെയായിരുന്നു നീ പഠിച്ചേനെ. ശരിക്കും ഹെൽത്ത് ആ സെമിനാറിലാണ് ഞാൻ പഠിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു അച്ഛൻ തന്നെയാണ്. ഞാനപ്പോൾ അവിടെ പോയപ്പോഴേക്കും ഇങ്ങനെ, അതായത് പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ട് പോയി അച്ഛൻ എന്തെങ്കിലും കുർബാനയെക്കുറിച്ച് ചോദിച്ചാലൊക്കെ ഞാൻ പിതാവേ പരമപരിശുദ്ധനാകുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ചിട്ടൊക്കെ പോയി. ഇതൊന്നും അച്ഛൻ ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. അവസാനം അവിടെ നിന്ന് അപ്പൻ കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അമ്മ കാത്തിരിക്കുകയാണ്, അച്ഛനാവാൻ പോയ ആളെ കാത്തിരി. എന്തായി? അതിങ്ങനൊരു സംഭവം ഉണ്ടായി. എന്താ പറ്റിയെന്നറിയില്ല, അവൻ തല കറങ്ങി വീണു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഒരു 10 വരെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വന്നാൽ മതി. അതെന്നിട്ട് അച്ഛനാണെന്ന് പറഞ്ഞു.